الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടുള്ള പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ ഈ സമൂഹം ഈയൊരു സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ബിദ്അത്തിലൂടെയാണ്. അഥവാ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ആചാരവും തലയിൽ തൂക്കിക്കൊണ്ട് ഇന്ന് നടക്കുന്ന പല ആളുകളും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ നബിദിനം എന്നുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് നബിദിനം? ഈ നബിദിനം എന്ന് പറഞ്ഞാൽ എന്താണ്? നബിദിനം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു, പ്രവാചകന്റെ ജന്മദിനം എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷം എന്നുള്ളതാണ് നബിദിനം എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങളും നബിദിനം ആഘോഷിക്കാത്തത്? ഈ കേരളത്തിൽ അതല്ലെങ്കിൽ മറ്റു ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ മാത്രം എന്തുകൊണ്ടാണ് നബിദിനം കാണപ്പെടുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ അഥവാ മക്കയിലും മദീനയിലുമായി ഒരു ആഘോഷവും നമുക്ക് കാണാൻ സാധിക്കില്ല. അവിടെ പോയി കഴിഞ്ഞാൽ സാധാരണ ദിവസം പോലെ തന്നെ ആ ദിവസവും പോകും. അതല്ലാതെ അവിടെ ഒരു ലൈറ്റോ വർണ്ണ ലൈറ്റോ അതല്ലെങ്കിൽ അവിടെ പ്രത്യേക ഭക്ഷണം കൊടുക്കലോ പ്രത്യേക മൗലൂദോ അതൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാടായ മക്കയിലോ മദീനയിലോ കാണാൻ സാധിക്കില്ല. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരളക്കരയിൽ അല്ലെങ്കിൽ ഈ മംഗലാപുരത്ത് ഈ ചെറിയ ചെറിയ നാടുകളിൽ മാത്രം പ്രവാചകന്റെ മൗലൂദും അതുപോലെ തന്നെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ചെറിയ നാട്ടിൽ വന്നെത്തിയത്? ഈ നബിദിനം എങ്ങനെയാണ് നമ്മുടെ ഇസ്ലാമിൽ കടന്നുകൂടിയത്? ഈ ഒരു സമസ്ത അതല്ലെങ്കിൽ മറ്റു ചില സംഘങ്ങൾ നബിദിനം ആഘോഷിക്കുന്നു. എന്തുകൊണ്ടാണ് സലഫികൾ നബിദിനം ആഘോഷിക്കാത്തത്? കാരണം അതിനൊറ്റ മറുപടിയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക പിൻപറ്റുക എന്നതാണ് സലഫികൾ ചെയ്യുന്നത്. സലഫ് എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ എന്നാണ് അർത്ഥം. ഞാൻ സലഫിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ മുൻഗാമികളെ പിൻപറ്റുന്ന ആളാണെന്നാണ് അർത്ഥം. അപ്പൊ മുൻഗാമികളെ പിൻപറ്റുന്ന ഞങ്ങൾ സലഫികൾ ഒരിക്കലും നമ്മൾ അത് ചെയ്യില്ല. കാരണം അത് മുൻഗാമികൾ ചെയ്തിട്ടില്ലാത്ത കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിലോ ഖുർആനിലോ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലാത്ത ഒന്നാണ് നബിദിനം. ഒരൊറ്റ ആയത്തോ ഒരൊറ്റ ഹദീസിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും സഹാബത്തോ താബീങ്ങളോ തബഅത്താബീങ്ങളോ ഇവരൊന്നും ചെയ്യാത്ത ഒരു ആഘോഷമാണ് നബിദിനം. നബിദിന ആഘോഷം എന്നുള്ളത് ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കില്ല. ഏത് ഖുർആനിലോ ഹദീസിലോ ഒരൊറ്റ വാക്ക് പോലും നബിദിനത്തിന് തെളിവായി നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സഹാബത്ത് ആഘോഷിച്ചിട്ടില്ല, താബീങ്ങൾ ആഘോഷിച്ചിട്ടില്ല, തബഅത്താബീങ്ങൾ ആഘോഷിച്ചിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ നബിദിനം കടന്നു വരുന്നത്? നബിദിനം കടന്നു വന്നത് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്ന് ഫാത്തിമിയാക്കളാണ്. ഫാത്തിമിയാക്കൾ എന്ന് പറഞ്ഞാൽ ഷിയാക്കളാണ്. ഷിയാക്കളുടെ അവസ്ഥ നമുക്കറിയാം. അബൂബക്കർ റളിയല്ലാഹുവിനെ പറ്റി പറയുന്നത് അദ്ദേഹം നരകത്തിൽ അധംപതിച്ചു പോയവനാണ്. ഉമർ റളിയല്ലാഹുവിനെ നരകത്തിൽ അധംപതിച്ചു പോയതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നരകത്തിലാണ്. അവർക്ക് എപ്പോഴും നരകം ശാശ്വതമാണ്. അവരെ ആരെങ്കിലും നരകത്തിലല്ല എന്ന് പറഞ്ഞിട്ട് അവൻ കാഫിറാണ്. സഹോദരങ്ങൾ ആലോചിച്ചു നോക്കൂ, ആരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീലാണ്, ഉറ്റ സുഹൃത്താണ്. പ്രവാചകൻക്ക് ഏത് പ്രതിസന്ധികളും പ്രയാസങ്ങളിലും പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുയാണ്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഫിൽ ജന്ന എന്നാണ് പറഞ്ഞത്. അബൂബക്കർ ഫിൽ ജന്ന എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവരൊക്കെ സ്വർഗത്തിലാണ്. പക്ഷെ ഷിയാക്കൾ പറയുന്നത് അല്ല, സ്വർഗത്തിലല്ല, അവർ നരകത്തിലാണ്.
അവർ നരകത്തിലാണ്, അവർ ലാലുകളാണ്, മുദില്ലുകളാണ്, അവർ കാഫിറുകളാണ്. അവരെ ആരെങ്കിലും കാഫിറാക്കിയിട്ടില്ല, നിങ്ങൾ കാഫിറാകും. അവരുടെ ഷഹാദത്ത് തന്നെ ഇവരെയെല്ലാം കാഫിറാക്കിക്കൊണ്ടാണ്, ഇവരെയെല്ലാം നരകത്തിലാക്കിക്കൊണ്ടാണ്. അവരാണ് ഷിയാക്കൾ, അവരാണ് ഫാത്തിമിയാക്കൾ, അവരാണ് കൊണ്ടുവന്നത് ഈ നബിദിനം എന്നുള്ളത്. അവര് കൊണ്ടുവന്നതാണ് നബിദിനം. രണ്ടാമത്തത് മുളഫർ രാജാവ് എന്ന രാജാവ്, അദ്ദേഹം തിന്നാനും കുടിക്കാനും അതുപോലെ തന്നെ തന്റെ വയറ് നിറക്കാനും പോക്കറ്റ് നിറക്കാനും വേണ്ടി കൊണ്ടുവന്ന ഒരു ആഘോഷമാണ് നബിദിനാഘോഷം എന്നുള്ളത്. അതല്ലാതെ ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവും അതിനില്ല, ഇസ്ലാമിൽ യാതൊരു പ്രമാണവും നബിദിനത്തിന് ഇല്ല എന്നുള്ളതാണ്. അത് ഇപ്പോൾ ആഘോഷിക്കുന്ന സമസ്തക്കാര് തന്നെ ശരിവെക്കുന്നുണ്ട്. അവർ പാടി പറയുന്നത് എന്താ? ഇത് ഹിജറ 300 വർഷത്തിന് ശേഷം വന്നതാണ്, ഇത് മുമ്പ് പതിവില്ലാത്തതാണ്. ഇതൊക്കെയാണ് അവരും പാടുന്നത്. എന്നിട്ടും ചില സമസ്തയിലുള്ള ചില ആളുകൾ തന്നെ ഈ ഹിജറ 300 വർഷത്തിന് ശേഷം വന്ന ഈ ഒരു കാര്യത്തിന് ഖുർആൻ തെളിവുദ്ധരിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചു പോകും. ഖുർആനിൽ തെളിവുണ്ടെന്ന്, നബിദിനത്തിന് ഖുർആനിൽ തെളിവുണ്ട് എന്ന്. ഹിജറ 300-ന് ശേഷം വന്നതാണെന്ന് അവർ തന്നെ പറയുന്നു. പിന്നെ പറയാം ഖുർആനിൽ തെളിവുണ്ടെന്ന്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ നാട്ടുകാരനായ ഈ സാബി എന്നുള്ള ഒരു സോഷ്യൽ മീഡിയയിലുള്ള ബ്ലോഗർ, അവൻ പറയുന്നുണ്ട്, ഒരു ഖുർആനിലെ ആയത്ത് ഉദ്ധരിക്കുന്നുണ്ട് നബിദിനത്തിന് തെളിവായിട്ട്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ കഷ്ടമാണ്, എത്ര വലിയ അധംപതിക്കലാണ്. അവര് തന്നെ പറയുന്നു 300-ന് ശേഷം വന്നത്, എന്നിട്ട് ഖുർആനിനെ തെളിവ് ഉദ്ധരിക്കുക. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം ആ ചെങ്ങായി പറയുന്ന ഒരു ആയത്താണ് യൂനുസിലെ 58-ാമത്തെ ആയത്ത്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. അതായത് ഖുൽ ബിഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ടും നബിയെ താങ്കൾ പറയുക. ഖുൽ ബിഫദ്ലില്ലാഹ്, നബിയെ താങ്കൾ പറയുക. ബിഫദ്ലില്ലാഹി ബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടും പറഞ്ഞു കൊടുക്കുക നബിയെ. ഫബിദാലിക ഫൽയഫ്റഹു, അതുകൊണ്ട് അവർ ആഘോഷിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ചങ്ങായി പറയാണ്, ഈ ഒരു വബിറഹ്മത്തി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന്. ഇവിടെ റഹ്മത്ത് എന്ന് ഉദ്ദേശിച്ച പ്രവാചകൻ, അതുകൊണ്ട് പ്രവാചകനെ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്നതാണ് അവന്റെ വാദം. സഹോദരങ്ങൾ, എന്നിട്ട് പറയണം കുറെ മുഫസ്സിരീങ്ങൾ തഫ്സീറുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന്. ഏത് മുഫസ്സിറാണ് ഈ ഒരു കാര്യം തഫ്സീറിൽ കൊണ്ടുവന്നത്? ഇവിടെ റഹ്മത്ത് എന്ന് ഉദ്ദേശിച്ചത് പ്രവാചകനാണെന്ന് ആരെ കൊണ്ടുവന്നത്? ഇമാം സുയൂത്തി റഹ്മുള്ള അദ്ദേഹത്തിന് മാത്രം ഒരു വാദമുണ്ട് ഇവിടെ പ്രവാചകനാണ് എന്ന്. ബാക്കി ഏത് തഫ്സീറും നിങ്ങൾ പരിശോധിച്ചാലും കാണില്ല അവിടെ റഹ്മത്തിന് പ്രവാചകൻ എന്ന അർത്ഥം കൊടുത്തത്. ഒരിക്കലും കാണാൻ സാധിക്കില്ല. ഇതാണ് ആ സാബി എന്നുള്ള ഒരു ബ്ലോഗർ ഉദ്ധരിച്ച ആയത്ത്. സഹോദരങ്ങളെ, ഒറ്റ കാര്യം ചിന്തിച്ചു നോക്കിയാൽ മതി. ഈ ആയത്ത് ആർക്കാണ് ഇറങ്ങിയത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് ഈ ഒരു ആയത്ത് ഇറങ്ങിയത്. ഈ ആയത്ത് ഇറങ്ങിയിട്ട് പ്രവാചകൻ മനസ്സിലാക്കൂലേ? പ്രവാചകൻ ആർക്കാണ് ഈ ആയത്ത് ആർക്കാണ് പ്രവാചകൻ ഓതി കൊടുക്കുന്നത്? സഹാബത്തിനാണ്. ആ സഹാബത്തിന് ഈ ഒരു ആയത്ത് മനസ്സിലായിട്ടില്ലേ? അല്ലെ പ്രവാചകനക്ക് മനസ്സിലായിട്ടില്ലേ? അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരൊരു കാരക കഷ്ണമെങ്കിലും മുമ്പ് കൊടുത്തതായ ഒരു ഹദീസിൽ വരില്ലേ? പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചതായി ഒരു ഹദീസിലെങ്കിലും വന്ന് കിട്ടൂലേ? പക്ഷെ അതില്ല. കാരണം എന്താ? അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇവിടെ പ്രവാചകനല്ല ഉദ്ദേശിച്ചത്. ഇനി അള്ളാഹു ഇങ്ങനെ ഒരു കൽപ്പന ഇറക്കി എന്നുണ്ടെങ്കിൽ സഹാബത്ത് എങ്ങനത്തെ രീതിയിൽ അവർ ജന്മദിനം കൊണ്ടാടും? കാരണം നമ്മളെക്കാൾ എത്രയോ അധികം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്നേഹിച്ചിട്ടുണ്ട്. നമ്മളെക്കാൾ എത്രയോ അധികം പ്രവാചകനെ അവർ സ്നേഹിച്ചിട്ടുണ്ട്. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു ഹന്തക് യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹന്തക് യുദ്ധത്തിൽ ഒറ്റക്കായി നിൽക്കുന്ന ഒരു കാഴ്ച കാണാം. പ്രവാചകന്റെ നേരെ 100ഓളം അമ്പുകൾ ശത്രുക്കൾ പായിപ്പിച്ചു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പ്രവാചകനെ പിന്നിൽ നിർത്തിക്കൊണ്ട് മുന്നിലേക്ക് ത്വൽഹ റളിയല്ലാഹു അൻഹു നെഞ്ചു വിരിച്ച് നിൽക്കാൻ. ഓരോ അമ്പുകളും തുളച്ചു കയറി, തലയിലൂടെ കയറി, കണ്ണിലൂടെ കയറി, നെഞ്ചിലൂടെ കയറി. വേദന ഉണ്ടാവൂലേ? ഓരോ അമ്പ് തുറച്ചു കയറുമ്പോഴും വേദന ഉണ്ടാകൂലേ? പക്ഷേ അവർ മാറാൻ തയ്യാറായില്ല.
അത് പിന്മാറാൻ തയ്യാറായില്ല. കാരണം എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പിറകിലുണ്ട്. ഞാനൊന്ന് കുനിഞ്ഞാൽ, ഞാനൊന്ന് മാറിയാൽ എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മേലൊരു പോറിലേൽക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ മാറാൻ പോലും തയ്യാറായില്ല. അത്രയ്ക്കും സഹാബത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു തരിമ്പ് സ്നേഹമെങ്കിൽ നമുക്കുണ്ടോ? എന്നിട്ടാണ് നമ്മൾ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ചെയ്യുന്നത്. അതെങ്ങാനും ഈ ആയത്തിലെ റഹ്മത്ത് എന്ന് ഉദ്ദേശിച്ച് പ്രവാചകനെയാണെങ്കിൽ അവരെങ്ങനെ കൊണ്ടായിട്ടുണ്ടാവും? അന്നേ ദിവസം ഒരു ഭക്ഷണമെങ്കിലും അവർ വിതരണം ചെയ്യൂലേ? ഇതൊന്നും ചെയ്തതായിട്ട് ഒരു ഹദീസിലും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാണ് ജനിച്ചത്? പ്രവാചകൻ ജനിച്ചതിൽ പണ്ഡിതന്മാർക്കിടയിൽ കുറേ അധികം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മുഹറത്തിൽ എന്ന് പറയുന്നുണ്ട്, സഫറിൽ എന്ന് പറയുന്നുണ്ട്, റബീഉൽ അവ്വൽ എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ റമദാൻ എന്ന് പറയുന്നുണ്ട്, റജബ് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഓരോ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അതിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായം എന്നുള്ളത് റബീഉൽ അവ്വലാണ്. ഇനി റബീഉൽ അവ്വൽ എത്രാം ദിവസമാണ്? ഇന്ന് നമ്മുടെ സമസ്തക്കാർ ഇവരൊക്കെ ചെയ്യുന്നത് റബീഉൽ അവ്വൽ 12-നാണ്. അതിൽ റബീഉൽ അവ്വൽ ഏത് ദിവസത്തിനാണ്? അതിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. 22, 3, 8-ാം തീയതി, 10-ാം തീയതി, അതുപോലെ 12, 17, 18, 21, 22 ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇന്നത്തെ സമസ്തക്കാര് പറയുന്നു അല്ല, റബീഉൽ അവ്വൽ 12-നാണ് പ്രവാചകൻ ജനിച്ചത്. ആ ദിവസം നമ്മൾ കൊണ്ടാടണം, ആഘോഷിക്കണം, ആർമാദിക്കണം എന്ന് പറയാൻ. സഹോദരങ്ങളെ, ഒരു കാലമുണ്ട്, റബീഉൽ അവ്വൽ കടന്നു പോയിട്ടുണ്ട്. 12-ാമത്തെ റബീഉൽ അവ്വലിനെ പറ്റി ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. റബീഉൽ അവ്വൽ 12 എഴുതി വെച്ചിട്ടുണ്ട് ഹദീസുകളിൽ. അതെന്താണ്? പ്രവാചകന്റെ വഫാത്താണ്. പ്രവാചകന്റെ വഫാത്താണ്. റബീഉൽ അവ്വൽ എഴുതപ്പെട്ടിട്ടുണ്ട്, 12 എഴുതപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അത് പ്രവാചകന്റെ വഫാത്താണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളിൽ നിന്ന് വിട പറഞ്ഞ ദിവസമാണ് റബീഉൽ അവ്വൽ 12 എന്നുള്ളത്. റബീഉൽ അവ്വൽ 12 എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയായി കിടക്കുന്ന സന്ദർഭത്തിൽ ഒരു സ്വഹാബി വന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, ഉമ്മ, എന്റെ പ്രവാചകന്റെ അടുക്കൽ ഒരു വിളക്ക് കത്തിച്ചൂടെ? രാത്രി എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരു വിളക്ക് കത്തിച്ചൂടെ എന്ന് പറയുമ്പോൾ, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറയാണ്, ആ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഉണ്ടായിരുന്നെങ്കിൽ അത് കുടിച്ച് ഞങ്ങൾ വിശപ്പ് മാറ്റുമായിരുന്നു. ആ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഉണ്ടായിരുന്നെങ്കിൽ അത് കുടിച്ച് ഞങ്ങൾ വിശപ്പ് മാറ്റുമായിരുന്നു. കാരണം അത്രയ്ക്കും വിശപ്പുണ്ട്, പട്ടിണിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോഴും പട്ടിണി കൊണ്ടാണ് വിട പറഞ്ഞിട്ടുള്ളത്. വിശപ്പ് സഹിക്കാൻ കഴിയാതെയാണ് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. ആ റബീഉൽ അവ്വൽ 12 ഒരിക്കലും ഒരു മുഅ്മിനിന് അന്നേ ദിവസം കേൾക്കുമ്പോൾ അവന്റെ ഹൃദയം പിടക്കാണ്ട് പോവില്ല. കാരണം അത്രയ്ക്കും ഇസ്ലാമിന്റെ ലോകത്തിൽ അത്രയ്ക്കും ഒരു സങ്കടകരമായിട്ടുള്ള ദിവസം കടന്നു പോയിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേദന കൊണ്ട് പൊളയുന്ന നേരമാണ് റബീഉൽ അവ്വൽ 12 ദുഹാ സമയം. വേദന കൊണ്ട് പൊളിയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, വേദനയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, ഇന്നലിൽ മൗതി സഖറാത്ത്. ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയാണ് എന്ന് പറഞ്ഞിട്ട് കാലിട്ടടിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദിവസമായിരുന്നു റബീഉൽ അവ്വൽ 12. അന്നേ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കൈ താഴ്ത്തേക്ക് വീഴുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയി. ഓടി വന്നിട്ട് എന്റെ കൂട്ടുകാരാ എന്ന് വിളിച്ചിട്ട് നിറകണ്ണുകളോടെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. എന്റെ കൂട്ടുകാരാ, നീ എന്നെ വിട്ടുപോയോ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. അതുപോലെ തന്നെ ബാക്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തിരിഞ്ഞു നോക്കുന്ന സന്ദർഭത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു നോക്കുന്ന സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുകയാണ്.
ആരാണ് എന്റെ പ്രവാചകൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞത്, അവന്റെ തല ഞാൻ എടുക്കും, അവന്റെ തല ഞാൻ ഇങ്ങോട്ട് എടുക്കും. ആര് പറഞ്ഞാൽ അവന്റെ തല ഉണ്ടാവൂല. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയണം, ഉമറേ, പ്രവാചകൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരായത്ത് ഓതി കൊടുക്കാണ്, പ്രവാചകൻ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഉമറേ എന്ന് പറയുമ്പോൾ ആ വാള് താഴെയിട്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ കരഞ്ഞ്, ഒരു കൊച്ചുകുട്ടിയെ പോലെ ഉമർ റളിയല്ലാഹു അൻഹു, അത്രയും ശക്തനായ പരക്കനായ ഉമർ റളിയല്ലാഹു അൻഹു പോലും ഒരു കൊച്ചുകുട്ടിയെ പോലെ കരയാണ്. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകനില്ലാത്ത മദീനയിൽ ഞാനില്ല, പ്രവാചകനില്ലാത്ത മദീനയിൽ ഞാനില്ല, ഞാൻ പോകാണ്. എന്തിനാ പ്രവാചകനില്ലാത്ത മദീനയിൽ ഞാൻ? എന്തിനാണ്? എന്നെ ഇത്രയും പരിഗണിച്ചൊരു മനുഷ്യൻ ഇനി പിന്നില്ല. എന്റെ ഉമ്മ എന്നെ മാറോടടുപ്പിച്ചതിന് ശേഷം പിന്നെ ആരും എന്നെ അടുപ്പിച്ചിട്ടില്ല പ്രവാചകനല്ലാതെ. പ്രവാചകൻ മാത്രമേ എന്നൊരു മനുഷ്യനായി കണക്കാക്കിയിട്ടുള്ളൂ. ആ പ്രവാചകനില്ലാത്ത മദീന പിന്നെ എനിക്ക് എന്തിനാ? ഞാനില്ലേ ഇനി മദീനയിൽ, ഞാൻ പോകാണ്. പ്രവാചകൻ മരണപ്പെട്ടാൽ എനിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറയാണ്. അത്രയ്ക്കും സഹോദരങ്ങളെ, എല്ലാ സ്വഹാബത്തും കരഞ്ഞ ഒരു ദിവസമാണ് റബീഉൽ അവ്വൽ 12 എന്നുള്ളത്. ആ റബീഉൽ അവ്വൽ 12 നമ്മുടെ തെരുവോളങ്ങളിൽ നടക്കുന്നത് എന്താണ്? ഒട്ടിയ വയറുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശപ്പ് സഹിക്കാൻ കഴിയാതെയാണ് ഈ റബീഉൽ അവ്വൽ 12 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത്. അന്ന് ചില ആളുകൾ വയറുകൾ നിറക്കുന്നു, ചില ആളുകൾ ഭക്ഷണം വിതറുന്നു. മദീന ഇരട്ടായ ദിവസമാണ് റബീഉൽ അവ്വൽ 12 എന്നുള്ളത്. മദീന മുഴുവൻ ഇരട്ടിലായ ദിവസമാണ് റബീഉൽ അവ്വൽ 12 എന്നുള്ളത്. അന്ന് വർണ്ണ ലൈറ്റുകൾ കൊണ്ട് നമ്മുടെ തെരുവുകൾ കത്തിച്ച് അന്ന് ആഘോഷിക്കുന്നു, DJ പാർട്ടികൾ നടത്തുന്നു, കൂത്താടുന്നു. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ട റബീഉൽ അവ്വൽ 12 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വിട പറഞ്ഞ ദിവസമാണ്. ആ ദിവസത്തിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താ? പ്രവാചകനോട് പ്രാർത്ഥിക്കുക, പ്രവാചകൻക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പ്രവാചകന്റെ കൂടെ നാളെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനുള്ളത്? പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ സഹോദരങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇസ്ലാമിക താളുകളിലില്ല, ഇസ്ലാമിക അടിസ്ഥാനങ്ങളില്ല, ഇതിനൊരു തെളിവുകളുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു തെളിവുമില്ല, ഇതൊരു ബിദ്അത്താണ് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഗ്രഹിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.